ഹായ് ഫ്രണ്ട്സ് സീരീസിൻ്റെ ഫാനാണോ? അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് നല്ല രസമായിട്ട് തോന്നും. ഞാനൊക്കെ ആദ്യം തന്നെ ഫ്രണ്ട്സ് സീരീസിൻ്റെ എഗെയിൻസ്റ്റ് ആയിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു ആദ്യം തന്നെ ഇംഗ്ലീഷ് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് സബ് ടൈറ്റിൽ ഇല്ലാതെ എനിക്ക് കിട്ടി ഈ ഫ്രണ്ട്സ് സീരീസ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഫസ്റ്റ് എപ്പിസോഡ് കാണാൻ തുടങ്ങിയപ്പോൾ സബ് ടൈറ്റിലും ഇല്ല, അതിൽ ആ ഒരു ഡയലോഗ് എന്തോ പറഞ്ഞു, അതിന് ആരൊക്കെയോ ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ഞാൻ ഈ ഫ്രണ്ട്സ് സീരീസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയില്ല. പിന്നീട് എനിക്ക് ഭയങ്കര എല്ലാവരും നീ എന്താ അങ്ങനെ നിർത്തി കളഞ്ഞ, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നെറ്റ്ഫ്ലിക്സാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. സബ് ടൈറ്റിലും അതിൻ്റെ സീനും എല്ലാം വെച്ച് കാണാൻ തുടങ്ങി. അയ്യോ, രക്ഷയില്ല. ശരിക്കും നമ്മുടെ ബ്ലഡിലേക്ക് ഓരോ ക്യാരക്ടറും കയറാണ് ശരിക്കും. അതിൽ 6 പേരും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സായി മാറി. അതുമാത്രമല്ല കുഞ്ഞു കുഞ്ഞു റോളുകളായിട്ട് വരുന്ന ആൾക്കാരും അതൊക്കെ സൂപ്പറാണ്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് 235 എപ്പിസോഡുണ്ട്, ഒരു 10 സീസണുണ്ട്. അത് ഓരോന്ന് 20 മിനിറ്റാണ്. എല്ലാം ഇപ്പോഴും എനിക്ക് നല്ല ക്ലാരിറ്റിയിൽ എൻ്റെ മനസ്സിലുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു കൊറോണയുടെ സമയത്താണ് ഞാൻ ഈ സീരീസ് ഫുള്ളും കണ്ടു തീർത്തത്. ഒരു 20 മിനിറ്റ്സൊക്കെ ഉള്ളൂ ഓരോ എപ്പിസോഡും. അപ്പോൾ ഓരോ കുഞ്ഞ് സബ്ജക്റ്റ് എടുത്തിട്ട് നല്ല ഹ്യൂമർ നിറച്ച് ആണ് അവർ ആ ഓരോ എപ്പിസോഡ് എടുത്തിരുന്നത്. ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വിത്ത് അങ്ങനെ ആയിട്ടാണ് ഓരോ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ പതുക്കെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഫാൻ തന്നെയായി മാറി. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ റീയൂണിയൻ പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ഇറങ്ങിയിരുന്നു. അതൊക്കെ ഭയങ്കര ഇമോഷണലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് സീരീസ് 2004 അങ്ങനെ അവസാനിച്ച സംഭവമാണ്. അതിനുശേഷവും പിന്നെ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് കിട്ടാറില്ല, അതിലാണ് ഫ്രണ്ട്സ് കിട്ടാറ്. അങ്ങനെ ഞാൻ ഇത് ഒരു കളക്റ്റബിളായിട്ട് ഞാനൊരു ഫ്രണ്ട്സിൻ്റെ ഒരു ബണ്ടിൽ മേടിച്ചു. ഇതൊരു ബ്ലൂറേ ബണ്ടിലാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബണ്ടിൽ. കണ്ടോ, ഇത് വാർണേഴ്സ് ബ്രദേഴ്സ് ഇറക്കിയിരുന്ന ഒറിജിനൽ ബണ്ടിലാണ്. ഈ ബണ്ടിൽ എങ്ങനെ ഞാൻ മേടിച്ചു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സീസൺ 1 to 5, 6 to 10, പിന്നെ ബോണറ്റ് ഡിസ്ക്, പിന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയ കാര്യം. അപ്പോൾ നമുക്കിതെല്ലാം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് ആണ് ബോക്സ്. നല്ല ഹാർഡ് ബോക്സാണ്. ഹാർഡ് ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് 1 to 5. കിടിലൻ പിക്ചറാണ്, ഒരു രക്ഷയില്ല. അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത് ഇത് സീസൺ 1 to 5-ൻ്റെയാണ്. ഇത് സീസൺ 6 to 10. പിന്നെ ബോണസ് ഡിസ്കിൽ എന്താണുള്ളതെന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഇതിലൊന്നും എഴുതിയിട്ടില്ല എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ഇട്ട് നോക്കാം. എന്തായാലും 1 to 5 ഡിസ്കുകൾ ഇങ്ങനെ സീസൺ ഡിസ്ക് 1 to ഓരോ സീസണും ഓരോ ബ്ലൂറേയിലാണ്. അതിൻ്റെ ക്വാളിറ്റിയും ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. എത്രത്തോളം ക്വാളിറ്റിയിൽ അവർ സേവന ഒരെണ്ണത്തിൽ ഏകദേശം 20 എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നും കൂടി കാണിച്ചു തരാം. ഈ ബോണസ് ഡിസ്ക് അതിൽ 20 ഒരു ഒറ്റ ഡിസ്ക്കാണുള്ളത്. അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ബാക്ക് കവർ, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കവറൊക്കെ നല്ല എനിക്ക് രസമുള്ള ഇമേജാണ്. ഈ ഒരു കവറിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ബ്ലൂറേയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഹൈലൈറ്റ് സാധനമാണ് ഈ ബുക്ക്ലെറ്റിൽ ഇത് കംപ്ലീറ്റ് സീരീസ് 1994 to 2004. അപ്പോൾ അത് റെയർ ഇമേജസ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഫ്രണ്ട്സ് സീരീസിലെ ഫാനാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇത് പ്ലോട്ട്, അതിൻ്റെ ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെയൊക്കെ റൈറ്റപ്പ്, സീസൺ 1 ഒരു രക്ഷയില്ലാത്ത ബുക്ക്ലെറ്റ്. ഞാനത് വീട് പോയി കണ്ട ഇതിൽ എല്ലാത്തിൻ്റെയും ദ വൺ വിത്ത് ദ സോണോഗ്രാം,
ദ വൺ വിത്ത് തം, ദ വൺ വിത്ത് ജോഷ്, എല്ലാം ദ വൺ വിത്ത് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ദ വൺ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഓരോ സീസണിലെയും ഓരോ ഇമേജസ്, ഒരു രക്ഷയില്ലാത്ത ബുക്ക്ലെറ്റാണ്. 24 എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോൾ സീസൺ 2 ഓരോ കളർ തീമൊക്കെ വെച്ചിട്ടൊക്കെയാണ് അവർ നല്ല ഇമേജസ് കൊണ്ട് നിറച്ചേക്കാണ്. സീസൺ 1 സീസൺ 2 നിങ്ങൾ കണ്ടതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഒരു വിധമായ ഇമേജ് കാണുമ്പോൾ ഓരോ എപ്പിസോഡിൽ എന്താ നടന്നതെന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ബുക്ക്ലെറ്റ്. ദ സ്മെൽ ക്യാറ്റ്, അടിപൊളി. അതിൽ ഓരോ കാര്യങ്ങളും നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സീസൺ 3 സീസൺ 4 ഓരോ ഇമേജസൊക്കെ കണ്ട കോഴി താറാവിൻ്റെ അടിപൊളി സീനായിരുന്നു. നല്ല രസമായിട്ട് തന്നെയാണ് ആ ബുക്ക്ലെറ്റിൽ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്ലൂറേ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു കളക്റ്റബിളായിട്ട് തന്നെയാണ് ഞാൻ വെച്ചത്. അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല. നിങ്ങൾ ഫാനാണെങ്കിൽ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു കളക്റ്റബിൾ കിട്ടുമ്പോൾ അത് നിങ്ങൾ എന്തോ ഒരു കെയർ ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് സീരീസ് 10 സീസണിൽ അവസാനിച്ചിരുന്നു. അതിനുശേഷം കുറേ സീരീസുകൾ ഇവർ സ്പിൻ ഓഫുകൾ ഇറങ്ങിയിരുന്നു. റിച്ചൽ ഗ്രീൻ്റെ സ്പിൻ ഓഫ്, ജോയിയുടെ സ്പിൻ ഓഫ്, ഇതെല്ലാം ഡെഡായി. കാരണം ഒന്നും ഇതിൻ്റെ അത്രയ്ക്ക് ലെവലിൽ വരെ എത്തിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതന്നെ ഫ്രണ്ട്സ് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നലും ഭയങ്കര വിഷമം തോന്നിയിരുന്നു ഇത് അവസാനിച്ചപ്പോൾ. അവസാനത്തെ എപ്പിസോഡ് കാണുമ്പോൾ 2004 അവസാനിച്ചാണെങ്കിലും ഇപ്പോഴും കാണുമ്പോൾ അതിന് ഭയങ്കര ഫ്രഷ്നെസ്സാണ് ഈ സീരീസിന്. ഇനി നമുക്ക് ഓരോ ഡിസ്കും നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കൺഫേം ചെയ്യാം. നിങ്ങൾ ഹോം തിയേറ്ററൊക്കെ ഉള്ള ആൾക്കാർക്ക് എത്രത്തോളം ഈ ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ കണ്ടൻറ്റിന് എന്ന് നമുക്ക് വിലയിരുത്താം. പിന്നെ ഈ ബോണസിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് വിലയിരുത്താം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ മേടിച്ചതെന്നും എത്ര രൂപയായിരുന്നു. നിങ്ങൾക്ക് ഈ സംഭവം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഈ ബണ്ടിൽ കിട്ടും മേടിക്കാൻ. പക്ഷെ ഭയങ്കര വിലയാണ്. 8,000 പ്ലസ് 10,000 വരും ഓരോ ബണ്ടിലിനും. അപ്പോൾ ഞാനിത് എങ്ങനെ മേടിച്ചതെന്നുള്ള കാര്യം കൂടി പറയാം. ഞാൻ അത്രയ്ക്ക് രൂപയൊന്നും കൊടുത്ത് മേടിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് മേടിച്ചതെന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ മിസ്സാക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് ഈ വീഡിയോയുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ടൈറ്റിൽ നമ്മുടെ വാർണർ ബ്രദേഴ്സിൻ്റെ കാണിച്ചു. ആക്ച്വലി ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഈ ഭാഗം ചിലപ്പോൾ കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹൈലൈറ്റാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് ചിലപ്പോൾ കാണിക്കാൻ വഴിയുണ്ട്. ഇപ്പോൾ ഈ ടൈറ്റിൽ ക്രെഡിറ്റിൻ്റെ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മ്യൂസിക്കാണ് കാണിപ്പിക്കുന്നത്. അടിപൊളി മ്യൂസിക്കാണ്. നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കും ഇമോഷണൽ തരുന്ന അവരുടെ ടൈറ്റിൽ ക്രെഡിറ്റുള്ള മ്യൂസിക്കാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മെനു വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. എപ്പിസോഡ് 1 ആണ്. ഇതിപ്പോൾ ഇത് ചിലപ്പോൾ ഇഷ്യൂസ് വരാൻ സാധ്യത. അപ്പോൾ ഞാൻ മിററായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്തായാലും ക്വാളിറ്റി വൈസ് നല്ല രസമായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റീസ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് 1080p ആണ് വീഡിയോ ക്വാളിറ്റി. പിന്നെ സൗണ്ട് ഇംഗ്ലീഷ് ഡോൾബി ഡിജിറ്റൽ 5.1 ചാനലായിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, ക്വാളിറ്റി അടിപൊളിയാണ്. സബ് ടൈറ്റിൽസും അല്ലാണ്ട് നല്ല രസമായിട്ട് തന്നെ സബ് ടൈറ്റിൽസും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ വൈസ് സൂപ്പറാണ്. എന്തായാലും നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ തന്നെയുണ്ട്. അന്നത്തെ കാലത്തെ 1994 എപ്പിസോഡാണ് നമ്മൾ കാണുന്നത്. അത് നല്ല രസമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ബോണസിൽ എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
ഇത് ബോണസ് ഡിസ്ക്. അപ്പോൾ എൻ്റെ മെനു ഇതാണ്. നല്ല രസം, ന്യൂയോർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നല്ലൊരു മെനു ആണ്, നല്ല രസമായിട്ട് കാണാൻ. നമുക്ക് അതിൽ എന്താണ് കണ്ടൻറ് ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവർ കുറേ സീൻസാണ് ഇതിൽ ഇപ്പോൾ ഇതിൽ സ്റ്റാർട്ടിൽ കാണിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ഡോക്യുമെൻ്ററി പോലെയാണ്. അവരുടെ മേക്കിങ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണലാണ് എനിക്കിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സ് സീരീസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഭയങ്കര തങ്ങിയേക്കും. ഈ ചാനലർ മരിച്ചെങ്കിലും നമ്മൾ ആളുടെ പേര് നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടറിൻ്റെ പേര് ആണ് നമ്മുടെ മനസ്സിലുള്ളൂ. ആ ഒരു ആക്ച്വൽ പേരൊക്കെ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ആ മേക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അവർ എഫേർട്ട് ഇട്ട കാര്യങ്ങളും ഓരോ ക്യാരക്ടർ ആക്ടിങ് ചെയ്തതും അതിൻ്റെ പിന്നിലുള്ള അവരുടെ പെയിനും അതൊക്കെ ആണ് ഇതിൽ കാണിക്കുന്നത്. അടിപൊളിയാണ്. ഒരു ആസ് എ ഫാൻ ബോണസ് ഐഡി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് തന്നെ. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സും എല്ലാവരും നന്നായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബണ്ടിൽ. അപ്പോൾ ഇതിൽ 21 ഡിസ്ക് ഉണ്ട്. അതിൽ ഓരോ സീസണിന് 2 ഡിസ്ക് വെച്ചിട്ട് ബ്ലൂറേ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ അടുത്ത് പറയുന്നത്. ഒറിജിനലാണ്. ഇത് മേടിച്ചത് ഞാൻ US നിന്നാണ് ഞാൻ മേടിപ്പിച്ചത്. US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആമസോണിൽ യൂസ്ഡ് ബ്ലൂറേസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെയും ഇതിൽ ആമസോണിൽ വരുന്നുണ്ട്, പക്ഷേ അത്രത്തോളം ഫെമിലിയർ ആയിട്ടില്ല. അവിടെ ഭയങ്കര ഫെമിലിയറാണ്. അപ്പോൾ ഞാൻ ആമസോണിൻ്റെ യൂസ്ഡ് ഓപ്ഷനിൽ മേടിച്ചപ്പോൾ ഇത് സീല് പോലും പൊട്ടിക്കാത്തതാണ് എനിക്ക് കിട്ടിയത്. സീല് പോലും പൊട്ടിക്കാത്തത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ന്യൂ എന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരും മേടിച്ചിട്ട് പൊട്ടിക്കാതെ വെച്ച ഒരു പാക്കാണ്. ബ്ലൂറേ മേടിക്കുമ്പോൾ വേറെ കൺട്രിയിൽ നിന്ന് ബ്ലൂറേ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റീജിയൻ ചെക്ക് ചെയ്യണം, പല കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഫുൾ HD ബ്ലൂറേ ആണ്. അത് റീജിയൻ ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇത് വർക്ക് ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് മേടിച്ചപ്പോൾ നിങ്ങളിപ്പോൾ UK ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. UK പല ലൈബ്രറിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വില കുറവിന് കിട്ടും. ഇപ്പോൾ ഞാൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഒരു വീഡിയോ ഇതിനേക്കാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം അതൊരു 20 മൂവീസ് ഉണ്ടായിരുന്നു. അത് ടോട്ടൽ ഇവിടേക്ക് ആണെങ്കിൽ 16,000 രൂപയ്ക്കായിരുന്നു. ഞാൻ മേടിച്ചത് 4,000 ഇത് ഞാൻ മേടിച്ചത് $50 $50 അറൗണ്ട് 4,300 രൂപ ആണ് ഇതിനായിരുന്നത്. അപ്പോൾ നമ്മളൊരു 10,000 ഇത് ഇവിടെ ആണെങ്കിൽ 10,000 ഓഫറിൽ 8,500 കിടക്കുന്നത്. അപ്പോൾ 8,500 സാധനം 4,500 ഞാനത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് ഫാനായതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അപ്പോഴാണ് അതിൻ്റെ വാല്യൂ ഫീൽ ചെയ്യുള്ളൂ. നിങ്ങളും ഒരു ഫ്രണ്ട്സ് ഫാനാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇത് മേടിക്കാൻ. നിങ്ങൾ പിന്നെ ബാക്കി OTTനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഡിസ്കുകൾ മേടിക്കണേ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റീസൺ ബിഹൈൻഡ് ബൈയിങ് ദ ഡിസ്ക്. ആ റീസൺ നിങ്ങൾ കണ്ടോക്ക്. നിങ്ങൾക്കും ജെന്യൂനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും മേടിച്ചു പോകും ഈ ഡിസ്കുകൾ എന്തിനാന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.